കേരളക്കരയെ ഒന്നാകെ ഒരു കാലഘട്ടത്തിൽ കോരിത്തരിപ്പിച്ച വീരകഥകളാണ് വടക്കൻ പാട്ടുകൾ. വായ്ത്താരികളിലൂടെയും നാട്ടിപ്പാട്ടുകളിലൂടെയും ജനഹൃദയങ്ങളിൽ നിറഞ്ഞുനിന്ന വീരേതിഹാസ കഥകൾ വടക്കൻ പാട്ടുകളുടെ സ്വീകാര്യത വിളിച്ചോതുന്നവയാണ്. ആയോധന കലകളായ കളരി അഭ്യാസത്തിലൂടെയും അംഗത്തിലൂടെയും വീരപരിവേഷമണിഞ്ഞ പടയാളികളുടെ വിവരണം കേൾക്കാൻ കാതോർത്ത് നിന്ന ഒരു കാലഘട്ടത്തിലെ ജനതയ്ക്ക് ഇമ്പമാർന്ന ഗാനങ്ങളായിരുന്നു വടക്കൻ പാട്ടുകൾ. വീരപുരുഷന്മാരെയും സ്ത്രീകളെയും ജനമനസ്സുകളിൽ കുടിയിരുത്തുന്നതിനായി വടക്കൻ പാട്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. വായ്ത്താരിയിലൂടെ പ്രചരിച്ചിരുന്ന വടക്കൻ പാട്ടുകൾ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതി രേഖപ്പെടുത്തിയിരുന്നില്ലെന്നതും ഒരു പ്രത്യേകതയായിരുന്നു. കളരി അഭ്യാസികളായിരുന്ന വീരന്മാരുടെ അംഗം ജയിച്ച വീരഗാഥകൾ കേൾക്കാൻ വളരെയധികം കാതോർത്തിരുന്ന ഒരു ജനതയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു വടക്കൻ പാട്ടുകളിലെ കഥാനായകന്മാരെല്ലാം തന്നെ. അധിനിവേശത്തിൻ്റെയും ഉന്മൂലനത്തിൻ്റെയും പരസ്പരമുള്ള അംഗം വെട്ടലിൻ്റെ ജയപരാജയങ്ങളുടെ കുത്തൊഴുക്കിലും പല വിവരങ്ങളും ചരിത്രപരമായി രേഖപ്പെടുത്താതിരുന്നതിനാൽ അവയ്ക്കൊക്കെ വലിയ ശോഷണം വരികയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത കാലഘട്ടത്തിലെ അംഗം വെട്ടിയുള്ള അധിനിവേശത്താലും ജാതി വ്യവസ്ഥ കേരളക്കര ഒന്നാകെ ആവരണം ചെയ്യപ്പെട്ടിരിക്കയാലും ഉന്നത കുലജാതരല്ലാത്തവരുടെ ചരിത്രം രേഖപ്പെടുത്താൻ ശ്രദ്ധ ചെലുത്താതിരുന്നതിനാലും പല വിവരങ്ങളും കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയതായും കാണാം. പിന്നീട് വന്ന പലതും ചരിത്രകാരന്മാരുടെ ഭാവനയ്ക്കനുസരിച്ച് പല കൂട്ടിച്ചേർക്കലുകളും വരികയും യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസപ്പെടുന്നതായും കാണാൻ കഴിയും. മധ്യകാലഘട്ടത്തിലെ മലയാള ഗാനങ്ങളുടെ ശേഖരമായിരുന്നു വടക്കൻ പാട്ടുകൾ. ആ കാലഘട്ടത്തിൽ വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട തീയത്തറവാടായിരുന്നു പുത്തൂരംവീട്. കൂടാതെ കളരി പാരമ്പര്യത്തിൽ പേരുകേട്ട മറ്റൊരു തറവാടായിരുന്നു തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ തറവാട്. ഈ രണ്ടു തറവാടുകളിലെയും അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കുന്ന പാട്ടുകളും അടങ്ങിയതാണ് വടക്കൻ പാട്ടുകൾ. നാടൻ പാട്ടുകളുടെ രൂപത്തിലാണ് പാണന്മാർ വഴി വടക്കൻ പാട്ടുകൾ നാടെങ്ങും പ്രചരിച്ചത്. നൂറ്റാണ്ടുകളായി തലമുറയിൽ നിന്നും തലമുറയിലേക്ക് വീരകഥകൾ പ്രചരിച്ചത് വടക്കൻ പാട്ടുകളിലൂടെയാണ്. മധ്യകാലഘട്ടത്തിലും മറ്റും സംഭവിച്ചതായ വീരേതിഹാസ കഥകളെ യാതൊരുവിധ കോട്ടവും തട്ടാതെ തനിമയോടെ ജനഹൃദയങ്ങളിലെത്തിക്കാൻ വടക്കൻ പാട്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കളരി അഭ്യാസികൾക്ക് പേരുകേട്ടതായ തീയർ തറവാടായിരുന്ന പുത്തൂരം വീട്ടിലെയും മറ്റൊരു തറവാടായിരുന്ന തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ തറവാട്ടിലെയും മറ്റു ചില വീരനായികാനായകന്മാരുടെയും വീരകഥകൾ പാടിപ്പുകഴ്ത്തുന്നവയാണ് വടക്കൻ പാട്ടുകൾ. അങ്ങനെയുള്ള വടക്കൻ പാട്ടുകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അവ പുത്തൂരം പാട്ടുകൾ, തച്ചോളിപ്പാട്ടുകൾ, ഒറ്റപ്പാട്ടുകൾ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കടത്തനാട്ടിലെ തീയത്തറവാടായ പുത്തൂരം വീട്ടിലെ വീരയോദ്ധാക്കളെ പാടിപ്പുകഴ്ത്തുന്ന പാട്ടുകളാണ് പുത്തൂരം പാട്ടുകൾ. അതേപോലെ തന്നെ കടത്തനാട് ജീവിച്ചിരുന്നതായ തച്ചോളി മാണിക്കോത്ത് മേപ്പയിലെ വീരയോദ്ധാക്കളെ പാടിപ്പുകഴ്ത്തുന്ന പാട്ടുകളാണ് തച്ചോളിപ്പാട്ടുകൾ. ഇത് കൂടാതെ ഇവ രണ്ടിലും പെടാതെ വേറിട്ടു നിൽക്കുന്ന വീരയോദ്ധാക്കളെക്കുറിച്ചുള്ള പാട്ടുകൾ ഒറ്റപ്പാട്ടുകളായും അറിയപ്പെടുന്നുണ്ട്. പുത്തൂരം വീട്ടിലെ വീരയോദ്ധാക്കളായ കണ്ണപ്പ ചേകവർ, ആരോമൽ ചേകവർ, അദ്ദേഹത്തിൻ്റെ സഹോദരി ഉണ്ണിയാർച്ച, കണ്ണപ്പനുണ്ണി തുടങ്ങിയവരെ പാടിപ്പുകഴ്ത്തുന്ന പാട്ടുകളിൽപ്പെട്ടവയാണ് പുത്തൂരം പാട്ടുകളായി അറിയപ്പെടുന്നത്. കടത്തനാട് വടകരയ്ക്കടുത്തുള്ള മേപ്പയിൽ മാണിക്കോത്ത് തച്ചോളി തറവാട്ടിൽപ്പെട്ടവരെ പറ്റിയുള്ള തച്ചോളിപ്പാട്ടുകളിൽ തച്ചോളി ഒതേനൻ, തച്ചോളി അമ്പാടി, തച്ചോളി ചന്തു തുടങ്ങിയവരെയും പാടിപ്പുകഴ്ത്തുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ഒറ്റപ്പാട്ടുകളും നിലവിലുണ്ട്. അവയിൽ പ്രധാനമായും പൂമാതൈ പൊന്നമ്മ, മതിലേരി കന്നി, കുറുളി ചേകോൻ, തച്ചോളി കുഞ്ഞിച്ചന്തു തുടങ്ങിയ ധാരാളം വീരകഥാപാത്രങ്ങളെക്കുറിച്ചുള്ള പാട്ടുകളും നിലവിലുണ്ട്. ജാതീയത കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ രൂപം കൊണ്ടതായ വടക്കൻ പാട്ടുകളെല്ലാം തന്നെ അതാതു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ വീര ഇതിഹാസ കഥാപാത്രങ്ങളുടെ വീരസ്മരണകളാണ്.
അതുകൊണ്ട് തന്നെ അക്കാലത്തെ ജനസമൂഹം വടക്കൻ പാട്ടുകളായ നാടോടിപ്പാട്ടിലൂടെ വീര ഇതിഹാസ ചരിത്രം രചിച്ച പുത്തൂരം വീട്ടുകാരെയും തച്ചോളി തറവാട്ടുകാരെയും നെഞ്ചിലേറ്റിയിരുന്നതായി കാണാൻ കഴിയും.